ഇതിപ്പോ ടി കെ ഗോവിന്ദൻ അങ്ങേക്കെതിരെ കൂടി ആഞ്ഞടിച്ചിട്ടുണ്ട്. ആഞ്ഞടിക്കട്ടെ, ആരും 3 തവണ MLA ആയതിനു ശേഷം വീണ്ടും ഭാര്യയെ കൂടി നിർത്തിയപ്പോൾ അധികാര മോഹിയാണ് അങ്ങെന്നാണ് പറഞ്ഞത്. എല്ലാം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലും ഞാൻ പറയാൻ പോകുന്നില്ല. UDF ആണ് അതിനൊന്നും മറുപടി കൊണ്ട കാര്യമില്ല. ടി കെ ഗോവിന്ദൻ ഇപ്പോൾ UDF ആണ്. പിന്നെ എന്ത് വിശദീകരണം നടത്തേണ്ട കാര്യമുള്ളൂ? അത് കുഞ്ഞികൃഷ്ണനാണെങ്കിലും കുഞ്ഞികൃഷ്ണനും അതെ, ജി സുധാകരനും അതെ, ശശിയും അതെ, എല്ലാം UDF ആണ്. ആ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ നേരിടും. അത് രാഷ്ട്രീയമായി തന്നെയാണ് നേരിടും. കൃത്യമായിട്ട് ഒരു വ്യക്തിപരമായ ആക്ഷേപത്തിന് ഞാനില്ല. മാഷിനെ അലട്ടുന്നുമില്ല. എന്നെ അലട്ടുന്ന പ്രശ്നമില്ല. ആ സമയത്ത് മാഷിന് ഇന്നേ വരെ മാഷിന്റെതിരെ ഒരു അഴിമതി ആരോപണം വന്നിട്ടില്ല. മാഷിന്റെ പ്രതിച്ഛായക്കെതിരെ ആരും ചോദ്യം ഉയർത്തിയിട്ടില്ല. പക്ഷെ ആദ്യം അത് ഉയർത്തുന്നത് മാഷിന്റെ കൂടെ ഉണ്ടായിരുന്ന സെക്രട്ടേറിയറ്റിലെ അംഗമായി ടി കെ ഗോവിന്ദൻ. അത് അദ്ദേഹത്തിന്റെ താല്പര്യമാണെന്ന് അതിന് ഞാൻ ഒന്നും മറുപടി പറയാൻ. മാഷിന് മനസ്സ് വേദനിച്ചു. ഒരു വേദനയില്ല. അസംബന്ധങ്ങൾ ഇന്നലെ ആര് വേദനിക്കാൻ? അതിന് വേറെ ആളെ നോക്കണം. വേദനിച്ചിട്ടില്ല. ഇല്ല. തളിപ്പറമ്പിൽ എന്തെങ്കിലും നെഗറ്റീവായ ഒരു കാര്യവും ഞാൻ ശ്രദ്ധിക്കാറില്ല. പോസിറ്റീവായ കാര്യം മാത്രം പറഞ്ഞാൽ മതി. തളിപ്പറമ്പിൽ എന്തെങ്കിലും ചലനം ഉണ്ടാക്കൂ. നല്ല ചലനം ഉണ്ടാവും. എതിരായിട്ട് അതാ പറഞ്ഞ എതിരായിട്ട്. അതായത് കോൺഗ്രസിൽ പോയതാണ് ടി കെ ഗോവിന്ദൻ ചെയ്ത തെറ്റ്. അല്ലെങ്കിൽ പിന്നെ എന്താ വേറെ എന്താ അയാൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് ആർത്തിയോടുകൂടി കോൺഗ്രസിന്റെ ഒപ്പം ചേർന്നിരിക്കുകയാണ്. UDF ആയിരിക്കുകയാണ്. അതാ പ്രശ്നം. പക്ഷെ ടി കെ ഗോവിന്ദനെ മത്സരിപ്പിക്കാമായിരുന്നു പാർട്ടിക്ക്. അങ്ങനെ ഒരുപാട് 5.5 ലക്ഷം ആളുണ്ടല്ലോ പാർട്ടിയിൽ. പാർട്ടി മെമ്പർഷിപ്പിൽ തന്നെ 5.5 ലക്ഷം ഉണ്ട്. 2-3 ലക്ഷം ആളുകൾ അനുഭവിയുണ്ട്. എല്ലാവരും മത്സരിപ്പിക്കാൻ പറ്റുമോ പാർട്ടിക്ക്? ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ മാഷെ, അതായത് പാർലമെന്ററി വ്യാമോഹം ചില നേതാക്കളിൽ പടർന്നു പിടിക്കുന്നതായിട്ട് മാഷിന് തോന്നുന്നു. മാഷ് ഈ നേതാക്കളെ കാണുകയും പാർട്ടിയുടെ സൈദ്ധാന്തിക തലം വിശദീകരിക്കുകയും ചെയ്യുന്നുള്ളൂ. ഇനി വരുന്ന പാർട്ടി കോൺഗ്രസിലെങ്കിലും ഈ പാർലമെന്ററി വ്യാമോഹത്തിന്റെ പിടിയിൽപ്പെടാതിരിക്കാനുള്ള പ്രതിരോധം തീർക്കേണ്ടേ പാർട്ടി? അത് എല്ലാ ദിവസവും ഞങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിരോധ രീതിയാണ്. പാർട്ടിക്കകത്ത് സദാ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് തെറ്റിതിരുത്തൽ പ്രക്രിയ. ആ തെറ്റിതിരുത്തൽ പ്രക്രിയ തെറ്റില്ലെങ്കിൽ പിന്നെ തിരുത്തിരുത്തൽ പ്രക്രിയ ഉണ്ടാവണ്ടല്ലോ. അപ്പോൾ തെറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുരുഷ സമ്പത്ത് വ്യവസ്ഥയാണ്. അതിന്റെ അകത്ത് ഈ പാർലമെന്ററി വ്യാമോഹം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊക്കെ തിരുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പ്രക്രിയയാണ് CPM-ലെ തെറ്റിതിരുത്തൽ പ്രക്രിയ. അത് തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാണ്. ഒരു ദിവസവും ഒരു കൊല്ലമല്ല, തുടർച്ചയായിട്ട്. മറ്റാരുണ്ട് LDF അല്ലാതെ?